ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇപ്പോൾ പാട്ടുപാടുവാനായി ബ്രദർ ജോർജ് വർഗീസിനെ പ്രയലയിലേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്, കേൾക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും പ്രയർ ലൈനിൽ പാടുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടെയൊക്കെയും ഹല്ലേലൂയ സഹായിക്കുന്ന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അവരുടെ കുടുംബത്തെ, സാക്ഷരിയാന്റെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, മഹിമയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര നാള് നമ്മൾ പാടിയാലും, എത്ര നാവ് കൊണ്ട് പാടിയാലും, എത്ര ജീവിത ആയുസ് പാടിയാലും തീരാത്ത ഹല്ലേലൂയ ആ ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്ത് അങ്ങനെ പരമപാതാളത്തിൽ രക്ഷിച്ച നല്ല ദൈവത്തെ ഇന്ന് രാത്രിയിലും ഒന്നിച്ച് ഹല്ലേലൂയ നമുക്ക് ഉയർത്തുവാൻ സ്തോത്രം. രക്ഷ എന്ന ദാനം നൽകി, പ്രൈസ് ദി ലോർഡ്, ദൈവിക പരിജ്ഞാനങ്ങൾ നൽകി ഹല്ലേലൂയ ആ ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന് സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാരിൽ തന്നൻപിന് തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവന്റെ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം, നൽകിയവന്റെ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം, തൻ പാദസേവ അഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. 10,000 വാക്കുകളാലും 1000 നാവുകളാലും 10,000 വാക്കുകളാലും അധിക സ്നേഹം അവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മൊത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മൊത്തും. ഭക്തിയിലാനന്ദ കണ്ണു നിർവീഴ്ത്തും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി
ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പഴയ പാട്ട് പാടുവാൻ പ്രിയവദനെ ദൈവം ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. ഞാൻ എന്നും സ്തുതിക്കുമെൻ പരനെ. ഹല്ലേലൂയ. അർത്ഥവത്തായ ഗാനം പാടി കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രിയവദനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയും പാട്ടുപാടുവാൻ നല്ല ശബ്ദം തരട്ടെ. അമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി അമേനേറെ അമീൻ ആശ്വസിപ്പാൻ പ്രിയവദനെ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ നമ്മോട് ദൈവവചനം പറയുന്ന കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു ആണ്. വെച്ചുചിറയിൽ നിന്ന് കിലോമേൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രികാലം നമ്മളോട് വചനം ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്റെ ഭാര്യ സിസ്റ്റർ അന്നമ്മ മാത്യു തന്റെ പ്രിയ ദാസിയുടെ ടെസ്റ്റിമണി നമ്മളോട് ഷെയർ ചെയ്യും. ഇന്ന് രാത്രികാലം എല്ലാ വിധത്തിലും വചന ധ്യാനവും ടെസ്റ്റിമണിയും എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവവരങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ സമയത്ത് ടെസ്റ്റിമണി പറയുവാൻ സിസ്റ്റർ അന്നമ്മ മാത്യു ലൈനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു നമ്മളോട് ദൈവവചനം ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. എന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ എളിയവളായ എന്നെ ഈ ടെസ്റ്റിമണിക്ക് ക്ഷണിച്ച ഒക്ലഹോമ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. സ്നേഹ ആദരവുകളെ അറിയിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിൽ എളിയവർക്കും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ ആദ്യമായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ അവിടെയായി പരിപാലിച്ചതിനായി സ്തോത്രം. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാനൊരു ദൈവദാസന്റെ മകളാണ്. എന്നെ ഒരു ദൈവദാസനെ കൊണ്ടാണ് വിവാഹം കഴിച്ചത്. ഞങ്ങളെ കർത്താവിന്റെ വേല ചെയ്തെടുപ്പാൻ ഇന്നയോളം പരിപാലിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ആരും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലയിലെ ഒക്കെ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനം അറിയിച്ച് അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാന്, അനേക ആത്മാക്കളെ നേടുവാന്, സഭകളെ ഉണ്ടാകുവാന് ദൈവം സഹായിച്ചു. ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ അവിടുത്തെ വേലകൾക്കുമായി സ്തോത്രം. വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കർത്താവ് നമ്മെ അവിടെയായി പരിപാലിച്ചു. കർത്താവിന്റെ മഹത്വമേറിയ വേലകൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളാൽ ആവോളം ചെയ്തു തീർക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, 7 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. അവരൊക്കെയും ദൈവനാമ മഹത്വത്തിനായി ഓരോരോ ജോലിയോടുള്ള ബന്ധത്തിലും അല്ലാതെ ദൈവസന്നിധിയിലുമായിരിക്കുന്നു. ദൈവം അവരെ അവിടെയായി പരിപാലിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധി കാണുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. ഇന്നയോളം അവരങ്ങനെയായിരുന്നു. തുടർന്ന് നാളെ എന്താകുമെന്നറിയത്തില്ല. എന്നാലും അവരൊക്കെ ദൈവരാജ്യത്തിൽ കാണും. അവരുടെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉതകുന്നവരായാണ് ഇന്നയോളം തീർന്നേ. അതുകൊണ്ട് നാളത്തെ കാര്യത്തിലും എന്താകുമെന്നറിയത്തില്ല. ഈ വല്ലാത്ത ഒരു ദുഷ്ട നിറഞ്ഞ ലോകത്തിലാണ് അവരെയൊക്കെയും അവിടുത്തെ വേല, മഹത്വമുള്ള വേല ചെയ്തെടുപ്പാൻ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ സംബന്ധിച്ചൊരു എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ദൈവസന്നിധിയില് ഇത്രയോളം നമ്മൾ അവന് ഈ നേരം വൈകിയ വേളയില്, നമ്മുടെ ഈ ലോക വനാന്തരത്തില് നേരം വൈകിയ വേളയില് നമ്മോടുകൂടെ ഒന്ന് പാർക്കാൻ നമ്മുടെ നാഥൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറയുക, ഞങ്ങളോടുകൂടെ ഒന്ന് പാർക്കണമേ, ഞങ്ങളോടുകൂടെ ഒന്ന് പാർക്കണമേ. നേരം വൈകിയല്ലോ. പലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ താഴോട്ട് വരുമ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം പലപ്പോഴും കാണിക്കും. അത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാനാണ്. എന്നാൽ നമ്മൾ അല്പസമയം നിൽക്കുമ്പോൾ നമ്മളോടുകൂടെ അവനൊന്ന് പാർത്താൽ
ഈ വനാന്തരെ, ഈ ലോകത്തിലെ, ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിലെ, ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിലെ, ഈ നെടുവുറുപ്പുകളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലെ ഈ വനാന്തരെ ഒന്ന് കൂടെ പാർപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാരുണ്ട്. രോഗങ്ങളും ദുരിതങ്ങളും പേമാരിയും ഒക്കെ പെയ്തിറങ്ങുന്ന ഈ ലോകത്തിലെ ചിരിക്കുന്ന മുഖങ്ങൾക്ക് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന അനേക ദുഃഖ സത്യങ്ങളുണ്ട്, അനേക പീഡനങ്ങളുണ്ട്, അനേക കഷ്ടതയുണ്ട്, അനേകരുടെ കണ്ണുനീരുണ്ട്. എന്നാൽ ആരും അറിയാതെ തേങ്ങിക്കരയുന്ന നിമിഷങ്ങളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് എത്ര ആശ്വാസമാണ്, എത്ര വലുതാണ്. നമ്മുടെ ഓരോരുത്തരെയും ദുഃഖവേളയിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്തെ അറിയാതെ ഞരക്കങ്ങളും ദീർഘശ്വാസങ്ങളും വിട്ട് നമ്മൾ ഈ ലോകത്തിൽ കൂടെ കടന്നു പോകും. നമ്മുടെ ജീവിതപാത, നമ്മുടെ മരുഭൂമി യാത്ര ഇത്രയോളം നടന്നു പോകുമ്പോൾ നമുക്കൊരാശ്വാസപ്രദനായി നമ്മോടുകൂടെ ഒന്ന് പാർപ്പാന് പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞല്ലോ, കൂടെ പാർക്കാ നേരം വൈകുന്നതാ കൂരില്ലേർന്ന് പാർക്ക ദേവ, ആശ്രയം വേറില്ല നേരം തന്നിൽ ആശ്രിത വത്സല, കൂടെ പാർക്ക. ആയുസാം ചെറുദിനം ഓടുന്നു, സന്തോഷം അഹിമ മങ്ങുന്നു, ചുറ്റിലും കാണുന്നു മാറ്റം കേട്, മാറ്റമില്ല ദേവാ കൂടെ പാർക്ക. നമ്മളോടുകൂടെ പാർക്കുന്ന ഒരു കർത്താവ് നമ്മളോടുകൂടെ ഉള്ളതിനായി സ്തോത്രം. അവൻ നമ്മളെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ ചുറ്റിലും അസ്വസ്ഥരായി കഴിയുന്ന പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തില് അവിടുന്ന് നമ്മോടുകൂടെ ഒന്ന് പാർപ്പാൻ ദൈവം ഇടയാക്കട്ടെ. അതിന് ഒത്തിരി ചരിത്രങ്ങളുണ്ട്, ആ പാട്ടെഴുതിയ ചരിത്രങ്ങളുണ്ട്. ഇതൊരു പ്രസംഗമല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. നമ്മുടെ കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നു. കൊക്കും കുറുമ്പ്രാവും തങ്ങളുടെ കാലത്തെ അറിയുന്നു, ഒരു മടങ്ങി വരവിനെ അറിയുന്നു. ആ മടങ്ങി വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. കുറെ നാളുകൾക്ക് ശേഷം മുമ്പ് ഒരു ഗുഡ് ന്യൂസിൽ ഇങ്ങനെ ഒരു ജനിച്ച ഇടം മറക്കാത്ത ആയിരക്കണക്കിന് മത്സ്യങ്ങൾ സൽമാൻ മടങ്ങി വരവ് നല്ല കാഴ്ചയാണ്. ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 4-5 വർഷത്തിൽ ജീവിച്ച ശേഷം വളർച്ച പൂർത്തിയാകുമ്പോൾ 100 കണക്കിന് മൈലുകൾ വഴിതെറ്റി മുട്ടയിടാനായി തിരിച്ചു എത്തുന്ന തടസ്സങ്ങൾ മറികടന്ന യാത്രയിൽ മുറിവുകൾ ഉടലിലും തലയിലും പറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ സമയനിഷ്ഠ അത് മടങ്ങി വന്ന് അവിടെ മടങ്ങിച്ചെന്ന് അതിന്റെ സ്ഥാനത്ത് അത് മുട്ടയിടുമേ. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവാന് ദൈവം ഇടയാക്കട്ടെ. കാളവന്റെ ഉടയജനെയും കഴുതവന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എങ്കിലും എന്റെ ജനമോ അറിയുന്നില്ല. ജീവജാലങ്ങൾ അവയുടെ നിയോഗം നിറവേറ്റുന്നു, എന്നാലേ വിവേകശാലികളായ മനുഷ്യർ ദൈവത്തെ പോലും മറന്നു ജീവിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. പിതാവായ അബ്രഹാമിലേക്കും മാതാവായ സാറയിലേക്കും ഒന്ന് മടങ്ങി വരവ് അത്യാവശ്യമാണ്. നമുക്കൊരു മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ അരുമനാഥന്റെ വരവിനായി നോക്കി പാർത്ത് നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാം നന്മകളാൽ നിറയ്ക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. മാറാനാഥ മാറാനാഥ മാറാനാഥ. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനം പറയുവാൻ തക്കവണ്ണം പ്രിയദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹമായിരുന്നു. സ്തോത്രം. പിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന് ലൈനിലേക്ക് ക്ഷണിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട തിരുസന്നിധാനത്തിലേക്ക് ദൈവമക്കളാ നമുക്ക് ഇങ്ങോട്ട് കൂടി വരും. കർത്താവായ യേശുക്രിസ്തു നൽകിയ ദൈവകൃപയ്ക്കും ദൈവവിശ്വസ്തതയ്ക്കും സ്തോത്രം. ദൈവസന്നിധാനത്തിലേക്ക് അതിനുവേണ്ടി ദർശനവും വെളിപ്പാടും മാറ്റി പ്രിയപ്പെട്ട സ്തോത്രം. ഈ ഓക്ലോമ പ്രെയർ ലൈൻ മിനിസ്ട്രിക്കായി ദൈവത്തെ സ്തുതിക്കും. ഇതിന്റെ മുമ്പിൽ ഇതിന് ചെയർമാനായി ദർശനത്തോട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ സാക്ഷരിയാൽ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ പ്രാർത്ഥന, അനുഗ്രഹീതമായ ഗാനമൊക്കെ സമയത്ത് പെയ്തു. കർത്താവിന്റെ ദാസൻ ഒരു ചെറിയ സാക്ഷ്യം അതിനോട് ബന്ധപ്പെട്ട് ചേർന്ന് ഒരു ചെറിയ പ്രബോധനം ലഭിക്കാൻ ദൈവകൃപയും തുടർന്ന് ഈ രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമർപ്പണം. ഒരു സമർപ്പിച്ചൊരു ദൈവത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ദൈവശബ്ദം കേൾപ്പാൻ സമൂഹരെ ഉദിച്ചു നിന്ന നാളുകളിൽ
ശമൂവേലിനോട് സംസാരിച്ച ദൈവവചനം കേൾക്കാൻ യഹോവയെ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന സമർപ്പണത്തിൽ ശമൂവേൽ ലഭിച്ച ദൈവവചനം ഒരാഴ്കാലം മുതൽ ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ലോകത്തിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു അഭിഷേകത്തിന് ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ ദൈവമക്കളെ നമുക്ക് ലഭിക്കുന്ന എനിക്ക് ഇന്ന് ദൈവാത്മാവെ ഏൽപ്പിക്കുന്ന വിഷയം ദൈവത്തെ നമുക്ക് നേടുക എന്നുള്ള വിഷയം. ഇത്രയുള്ള മിനിസ്റ്റർ അനേകർ ദൈവസേന പ്രാർത്ഥിക്കും. പലരും പല ഇടങ്ങളിൽ നിന്നും പല നിലകളിലായ ദൈവം കൊടുത്ത വെളിപ്പാടുകളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനൊക്കെ കേൾക്കുന്നവരൊക്കെ നേടിയെടുക്കാനുള്ള ഒരു നല്ല ദൈവകൃപ നമുക്ക് പ്രാപിപ്പാൻ നമ്മൾ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിക്കുവാനാകട്ടെ. ഈ പ്രദേശം വിസിറ്റിങ്ങിന്റെ കർത്താവിന്റെ സന്നിധി കടന്നു വരുവാൻ കൃപ ചെയ്തു ഞങ്ങളുടെ മാന്യം ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പ്രിയ എബിയുടെയും ബിരിശയുടെ പ്രവൃത്തി ദിവസം സന്തോഷത്തോടെ ആയിരിക്കാൻ പ്രിയപ്പെട്ടതുമായി ചേർന്ന് ഞങ്ങൾക്ക് ലഭിച്ച സമയത്തൊക്കെ ദൈവസഞ്ചരിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഒക്കെ വലിയ ദൈവം ചെയ്യുന്ന എല്ലാ നല്ല കണക്ക് ആയിഷ്ടമുണ്ട്. പ്രിയപ്പെട്ട ധാരാളമായിരിക്കും പ്രിയപ്പെട്ട ബന്ധപ്പെട്ടാണ് ഇങ്ങനെ നല്ല ക്രമീകരണം ഒരുക്കിയത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നടക്കട്ടെ. എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന സമയത്തുള്ളിൽ ചില ആലോചന മാത്രം ദൈവസന്നിധാനത്തിൽ ഗ്രഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് ചില വചനങ്ങൾ വായിച്ച് ചിന്തിച്ച് മുന്നോട്ട് വന്ന് ദൈവം സഹായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ ലൂക്കോസ് സുവിശേഷം 17-ന്റെ 32-33 വാക്യം കേൾക്കാമല്ലോ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവരെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവരെല്ലാം അതിനെ രക്ഷിക്കും. ജീവനെ രക്ഷിക്കുന്ന വിഷയമാണ് ഇത് പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിന്റെ മുന്നറിയിപ്പ്. നമുക്കൊന്ന് മുന്നറിയിപ്പിനെ പറ്റി പ്രത്യേകം പറയണ്ടായല്ലോ. കോവിഡിലുണ്ടായ മുന്നറിയിപ്പ് പാലിക്കാത്തവരൊക്കെ അതിന് വില കൊടുത്തു. ഇന്ന് വാണിംഗ് എന്നുള്ള മുന്നറിയിപ്പ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയാതെ തന്നെ മുന്നറിയിപ്പിന്റെ വില മാത്രമുള്ളതെന്ന്. ഈ മുന്നറിയിപ്പിന്റെ വില വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ വരവിന്റെ മുന്നറിയിപ്പ് കാണിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ കർത്താവ് പറയുന്ന ഒരു വേദഭാഗമാണ്. ഒരു കാര്യം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ ഓർക്കാൻ നന്നായിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക. എന്ത് സംഭവിച്ചു? തന്റെ ജീവനെ നേടുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം അതിനെ കളയും. അപ്പൊ ജീവനെ ലോകത്തിൽ ഭൗതിക ജീവനും ഭൗതിക കാര്യവും മാത്രം രക്ഷിപ്പാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉടയവനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പറയാം. ലോകത്തിൽ അതിനോട് ബന്ധപ്പെട്ട വേദഭാഗം ഒരു വേദഭാഗം മാത്രം ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ക്രമീകരിച്ചാണ് നമ്മുടെ നാഥനായ കർത്താവ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 19:17. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തൊന്ന് നിൽക്കയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് എന്തോന്ന് പറയാം. എന്ത് ചെയ്യണം? ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകും. ഒറ്റ വാണിംഗേ ഉള്ളൂ, പുറകോട്ട് നോക്കരുത്. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു പറയുന്ന പോലെ, ഒരു പ്രാവശ്യം വാണിംഗ് കൊടുത്തു. എന്നാൽ ലോത്തിന്റെ ഭാര്യയുടെ സ്വത്തും സകലവും താനായിരുന്ന സോദോമിലായിരുന്നപ്പോൾ അതെല്ലാം തീ വീണ് നശിച്ചു പോയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത് നീ പുറകോട്ട് നോക്കി ഉപ്പുതൂണായത്. കർത്താവ് പ്രസംഗിക്കുന്ന ആ സമയവും കർത്താവിന്റെ കാലഘട്ടം ഇപ്പോഴും അവിടെ ഒരു ഉപ്പുതൂണ് കാണും. അതല്ലാണ്ട് നമുക്കൊരു സാക്ഷ്യമായിട്ട് നിർത്തിയിരിക്കും. അപ്പൊ നമ്മുടെ മുന്നറിയിപ്പ് ഒരിക്കലും നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഗുണം. നമ്മുടെ ജീവനെ നമ്മുടെ ജീവനെ മാത്രം നമ്മൾ നേടിയാൽ മതിയോ? പോരാ. പിന്നെ എന്തെല്ലാം നാം നേടാൻ നാം ഭൂമിയിൽ ഈ ലോകത്ത് കടപ്പെട്ടവരാണ്. അത് നേട്ടമെന്ന വേദത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം ഇതിനോട് ബന്ധപ്പെട്ട് 1-2 വാക്ക്. ഒന്നാമതായി നാം ആരെ നേടണം? നമ്മുടെ സഹോദരനെ നാം നേടണം. ഇത് യേശു കർത്താവ് പറഞ്ഞു. നമ്മുടെ സഹോദരനെ സഹോദരനെ നാം നേടിയേ മതിയാകുന്നു. ഒരു വാക്യം ഒന്ന് നോക്കാത്ത ഞാൻ വേദഭാഗം വേണം മനപ്പാടം പറയാം, എന്നാൽ വായിച്ച് ഗ്രഹിച്ച് ചിന്തിച്ചു പോകുന്നതാണ് നല്ലത്. ലൂക്കോസ് 10-ാം സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
മത്തായി 18:15. 18:15. മത്തായി ആണോ ഭാഷ? Matthew chapter 18 verse 15. 1-5. ഓക്കെ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്കു കേട്ടാൽ നീ സഹോദരനെ നേടി. അപ്പൊ നോക്കിയാ, സഹോദരനെ നേടുന്ന ഏറ്റവും വലിയ വിഷയം ഈ വ്യക്തിത്വത്തിനും ബൈബിള് വളരെ പ്രധാനം. നമ്മൾ ഒരിക്കലും പരസ്യമായിട്ട് ഒരുത്തിനെ അടിച്ചിരുത്തില്ല. കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവ് എന്ന് പറയുമ്പോൾ വ്യക്തിത്വത്തിന് വേലയാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? സഹോദരൻ അവൻ മാത്രം ഉള്ളപ്പോൾ അവന്റെ വിഷയങ്ങൾ, അവന്റെ കുറവുകളല്ല, അവന് പറ്റിയ അമളിച്ചത് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവനെ നേടണം. അപ്പൊ നമ്മളെല്ലാം നിത്യതയെ പോകാനുള്ളപ്പോൾ മാനുഷികമായ പരാജയങ്ങളും കോട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയാണ്, നീ ആരെ നേടണം? അകലച്ചയുള്ള സഹോദരന്മാർ നിന്നോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയാം? നിന്റെ സഹോദരനെ നീ നേടണം. അപ്പൊ ആരെ നേടണം? നിത്യതയിൽ പോകുമ്പോൾ ഞാൻ നിമിത്തം ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകല്ലേ, നാം സ്വയമായിട്ട് അവരെ പേഴ്സണലായിട്ട് അവനെ കണ്ട് കാര്യം പറഞ്ഞ ഒന്നാമതായിട്ട് അവനെ നേടണം. അപ്പൊ നോക്കാത്ത അത് നേടുന്നതിന് പകരം എടുത്തു വായിക്കേണ്ട ഇതിനോട് ബന്ധപ്പെട്ട ദൈവകാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായ വാക്യം ലേവിയ 19:18. സഹോദരനോട് പക വയ്ക്കരുത്. സഹോദരനോട് അപ്പം ഒരു ദൈവമായി എന്ത് ചെയ്യണം? കൂടെ ആരാധിക്കുന്ന ദൈവമക്കളാകുന്ന സഹോദരന്മാരുടെ പക വയ്ക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. ഇവിടെ കൂട്ടുകാരെന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന ദൈവമക്കൾ മുമ്പാകെ ഒരു സഹോദരൻ ഞാൻ നിമിത്തം കർത്താവ് ഒരു വ്യക്തി നഷ്ടപ്പെട്ടു അനുവദിക്കാതെ പറഞ്ഞു നാം അവനെ കണ്ട് കാര്യം പകരം നേടുന്നത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണെന്ന് വളരെ വ്യക്തമായി കാണും. ഇനി അടുത്ത വിഷയം താളന്തിന്റെ കാര്യം. നേടുന്ന വിഷയത്തിൽ അടുത്ത വിഷയം താലന്തിന്റെ വിഷയം. നമുക്കത് വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലാണ് ഈ താലന്തിന്റെ ഉപമ. വളരെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 സെക്ഷൻ പറഞ്ഞത് ഒന്ന് താലന്തിന്റെ കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആ മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് താളത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ വയസ്സോ അതിലെ 14-ാം വാക്യം മൊത്തം വായിക്കുന്നില്ല. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. പരദേശത്തേക്ക് പോയി തന്റെ ദാസന്മാരെ ജോലിക്കാരെ വിളിച്ചെന്ത് ചെയ്തു? അവന്റെ സമ്പത്ത് അവനെ ഏൽപ്പിച്ചു. അതിൽ 3 പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുവന് 5 ദാനം, ഒരുവന് 2 ദാനം, ഒരുവൻ എന്ത് ചെയ്തു? ഒരുവന് 1 ദാനം. ഇവിടെ പറയുന്ന വിഷയം നമ്മളെ അറിയാവുന്ന ദൈവം നമുക്ക് എമ്മാത്രം കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് താലന്ത് നിർത്തും. അപ്പൊ 5 താലന്ത് കൊടുത്തവനെ കുറിച്ച് ദൈവത്തിനറിയാം. അവൻ 5 താലന്ത് കൊണ്ട് അവനെ കാര്യം ക്രമീകരിപ്പാൻ അറിയാതെ വ്യക്തമായി അറിയാം. 2 താലന്ത് ലഭിച്ചവനെ കുറിച്ചും ദൈവത്തെ അവൻ അത് കൊടുത്താൽ പ്രയോജനപ്പെടും. 1 താലന്ത് ഒരുവന് കൊടുക്കും. അവൻ അത്രേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച താലന്ത് ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും, ചിലപ്പോൾ അനുഗ്രഹിക്കുന്ന ഗാനങ്ങൾ പാടിയായിരിക്കും, ചിലപ്പോൾ ഭവന സന്ദർശനമായിരിക്കും, ചിലപ്പോൾ പേഴ്സണൽ ചിലവായിരിക്കും, ചിലപ്പോൾ പരസ്യമായ ശുശ്രൂഷയായിരിക്കും, ചിലപ്പോൾ സഭാ ശുശ്രൂഷയായിരിക്കും. ദൈവം നമുക്ക് ഏൽപ്പിച്ച ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കി നമ്മളെ താലന്ത് ഏൽപ്പിച്ചു പോകുമ്പോൾ ഒരു കാര്യം വളരെ കാലം കഴിഞ്ഞ് മടങ്ങും. കർത്താവ് ഇപ്പോൾ പോയിട്ട് 2000 വർഷം കഴിഞ്ഞു. വളരെ കാലം കഴിഞ്ഞാലും ഉടമസ്ഥൻ മടങ്ങി വരും. താലന്ത് ലഭിച്ചവരുടെ അവർ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു വ്യക്തമായ ദിവസം ഉണ്ടെന്നാണ്. ഇനി അടുത്ത ചില ഭാഗം ഊരുമ്പോൾ 19-ാം വാക്യം നോക്കിയാൽ കൂടുതൽ താലന്ത് ലഭിച്ചവർ എന്ത് ചെയ്യും? വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അവരുമായിട്ട് ഇവിടെ വായിക്കുന്ന വിഷയത്തിൽ എടുത്തു വായിക്കേണ്ട യെഹെസ്കേൽ 22:14 വായിക്കുമ്പോൾ ദൈവം നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. അപ്പൊ തന്ന താലന്തിന് മുമ്പിൽ
ദൈവം ഒരിക്കൽ നമ്മോട് എന്ത് ചെയ്യും? ദൈവം ഒരിക്കൽ നമ്മോട് കണക്ക് ചോദിക്കും. ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കൈകൾ കണക്ക് താളന്ത് കൊടുത്തവൻ വിലയുള്ളതാണ്, വരും കണക്ക് ചോദിക്കും. അപ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം അവിടെ വളരെ വ്യക്തമായി കാണുവാനായി സാധിക്കും. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോട് കടന്നു 5 താലന്ത് കഴിച്ചു. താഴോട്ട് വായിക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന അപ്രീസിയബിൾ ആയിട്ടുള്ള പദം നന്മ, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നീ അല്പത്തിൽ വിശ്വസ്തനായി, അധികത്തിൽ നീ കാര്യവിചാരനായി പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിശ്വസ്തത. വിശ്വസ്തത ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടൊക്കത്തില്ല. നോക്കിയാണ് ലഭിച്ച താലന്തിന് മുമ്പിൽ വിശ്വസ്തനായ ദൈവം എന്ത് ചെയ്യും? നമ്മോട് കണക്ക് കൂട്ടി കണക്ക് വയ്ക്കുമ്പോൾ ആ താലന്ത് ഏൽപ്പിച്ച യജമാനൻ വരുമ്പോൾ അവൻ ചെയ്ത ശുശ്രൂഷ സംതൃപ്തനായിട്ട് വരിക നല്ലവരും വിശ്വസ്തനുമായതാണ്. കർത്താവ് വരുമ്പോൾ നമ്മുടെ ഏൽപ്പിച്ച താലത്തിന് മുമ്പിൽ നമ്മോടും കണക്ക് ചോദിക്കുമെന്ന് ഓർത്തോണം. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ഇത് പറയണം, നല്ലവരും വിശ്വസ്തനുമാകുന്ന ദാസനെ എന്ന് വളരെ വ്യക്തമായി പറയാനുള്ളതായ ഒരു നല്ലൊരു താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കും. ഇനി അതിന് ശേഷം ആര് വന്നു? 2 താലന്ത് ലഭിച്ചവനും വന്നു. 2 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തു? അവനും പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ അത്രയും വിശ്വസ്തയോട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ അത് നേടിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അവിടെയും പറഞ്ഞ് 23-ാം വാക്യത്തിൽ അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനായി നിന്റെ യജമാനന്റെ നിത്യതയുടെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിപ്പ. നീ ഭൂമിയിൽ നിന്നെ ഏൽപ്പിച്ച് ജോലി നോക്കിയ താലന്ത് ഏൽപ്പിച്ചവൻ ആ താലന്തിനെ ചോദിക്കുന്ന കർത്താവ് നമ്മുടെ മുമ്പ് താലന്ത് കൊണ്ട് നേടണം. നമ്മുടെ വിഷയം നേടണം. ദൈവസന്നിധിയിൽ നമുക്ക് നേടാനുള്ള വിഷയമാണ്. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തു? അവൻ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച താലന്ത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നു. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനെ ഏൽപ്പിച്ച ജോലി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ തെറ്റായി പോയത്. 24-ാം വാക്യം നോക്കിയാൽ പ്രധാനപ്പെട്ട വാക്യമാണ് 21. 1 താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ നിത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആത്മാക്കളെ നേടുന്ന താലന്ത് എഴുന്നൂടാ. സുവിശേഷം അറിയിക്കാത്ത മേഖല സുവിശേഷം അറിയിക്കണം. ദൈവത്തിന്റെ വിത്ത് വിതയ്ക്കാത്ത നിലയിൽ വിത്ത് വിതയ്ക്കണം. വിത്ത് വിതറാത്ത ലഭിക്കത്തിലും വിത്ത് വിതറണം. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഒരു ബോധവൽക്കരണം ജനത്തിന് ഉണ്ടായെങ്കിലും ലഭിക്കത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു ബിസിനസ്സുകാരൻ, ഈ അമേരിക്കയുടെ ബിസിനസ്സുകാരൻ, ഇവിടെ വലിയൊരു ബിസിനസ്സുകാരൻ വ്യാപാരി ഉണ്ടായിരുന്നു. ചെരുപ്പാ ബിസിനസ്. ചെരുപ്പില്ലാത്ത രാജ്യത്തിൽ 2 പേരെ 10,000 ജോഡി ചെരുപ്പുമായിട്ട് അയച്ചു. അവരവിടെ ചെന്നു, 2 പേരും പ്രവർത്തിച്ചു. ഒരുവൻ പോയി ഒരു ചെരുപ്പ് പോലും വിൽക്കാൻ തിരിച്ചു വന്നു, ഒരു ജോഡി പോലും വിൽക്കാം. മറ്റേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? മുഴുവൻ ജോഡികൾ വിറ്റ് തിരിച്ചു വന്നു. അപ്പൊ യജമാനോട് ചോദിച്ചു, ഇവരോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് വിൽക്കാൻ ഒത്തില്ല. എന്നാൽ മെറ്റവൻ എന്ത് ചെയ്തു? എനിക്കൊരു 10,000 ജോഡി ചെരുപ്പൂടെ വേണമെന്ന് എന്നാന്ന് ചോദിച്ചു. ഞാൻ അവിടെ ആദ്യം ചെരുപ്പിടാത്ത രാജ്യം ചെന്നപ്പോൾ ചെരുപ്പിനെ കുറിച്ചുള്ളതായ പ്രാധാന്യത, കാലിനെ സൂക്ഷിക്കുന്ന പ്രാധാന്യത മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ബോധവൽക്കരണം ലഭിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ചെരുപ്പിന്റെ പ്രാധാന്യം എന്തെന്ന്. നോക്കി, നാം സുവിശേഷം കേൾപ്പിക്കുമ്പോൾ, നാം ദേശത്ത് പോയി അറിയാത്ത സുവിശേഷം കേൾക്കുമ്പോൾ സുവിശേഷത്തിന്റെ കേന്ദ്രം എന്താണെന്നും സുവിശേഷത്തിന്റെ പ്രവർത്തനം എന്താണെന്നും നിത്യത എന്താണെന്നും ദൈവത്തിന് യേശുവിന്റെ ക്രൂശിൽക്കൂടെ ലഭിക്കുന്ന ശരിയായ ഒരു ധാരണ ജനത്തിന് കൊടുത്താൽ നമുക്ക് അങ്ങനെ ജനത്തെ നേടുവാനായിട്ട് കഴിയും. ഇതാണ് അത്. എന്ത് ചെയ്തു? അവരെന്ത് ലഭിച്ചു? ഒന്നാമത്തവരെന്ത് ചെയ്തു? നീതിമാന്മാരെ നിത്യജീവനിലേക്കും കൊണ്ടദാസന് ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് നോക്കിയാൽ ദാക്ഷിണ്യം കൂടാതെ ഏറ്റവും പുറത്തുള്ള നിത്യ നരകത്തിലേക്ക് തള്ളിവിട്ടുന്നതാണ്. ഇനി അടുത്ത ഭാഗം വായിക്കുമ്പോൾ സമയത്തിന് വളരെ പരിമിതി ഉണ്ടല്ലോ. അടുത്ത ഭാഗം വായിക്കുമ്പോൾ ആത്മാക്കളെ നേടുന്ന സംവിധാനം എങ്ങനെ? പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ആയിരക്കണക്കിന് ആത്മാക്കളെ നേടും. എന്തുകൊണ്ടാണെന്ന് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 9:20, 21, 22, 23. 1 Corinthians chapter 9 verse 20-23. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. പ്ലീസ് ഓരോ ഭാഗം ചിന്തിച്ചു വായിക്കുന്നത് നല്ലത്. യഹൂദന്മാരെ നേടാൻ പൗലോസ് എന്ത് ചെയ്തു? യഹൂദനായിട്ട് അവരെ പോലെ ചെയ്തു.
നമ്മുടെ വിഷയം എന്താണെന്നറിയാം, എങ്ങനെയെങ്കിലും ആത്മാക്കളെ നേടും നിത്യതരത്തിക്ക് ദർശനം വലുത്. അതിനനുസരിച്ച് ദർശനത്തിനനുസരിച്ച് നമുക്ക് കാല് ചൂട്ടിയെങ്കിൽ മാത്രമേ ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ. യഹൂദന്മാരെ നേടാൻ ഞാൻ ആരെ പോലെ? യഹൂദന്മാരെ പോലെ. അടുത്തതാ, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ഇപ്പൊ ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം പാടിച്ച പൗലോസ് പറയാണ്, ഇപ്പോൾ ഞാൻ കൃപയുടെ പ്രമാണം നിൽക്കുന്നവനാണെങ്കിലും അവനെ നേടാൻ വേണ്ടി അവനെ പോലെ ആയിട്ട് അവനെ ഞാൻ നേടുവാൻ പരിശ്രമിക്കും. നെക്സ്റ്റ്, ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് പ്രയോജനമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. അങ്ങനെ നമ്മൾ ദൈവനെ വന്നു കേട്ടോ. നമുക്ക് വളരെ പ്രമാണം ലഭിച്ചിട്ടില്ല. പൗലോസ് അവിടുത്തെ സുവിശേഷം അറിയപ്പോൾ ആരെ കൂടെ നേടാൻ പറഞ്ഞു, എടാ നീ യഹൂദനെ മാത്രം നേടിയാൽ പോരാ, ജാതികളെ ദൈവസന്നെ നിത്യതയെ കൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ എന്ത് ചെയ്തു, അവരെ നേടാൻ അവനെ പോലെ അവരെ രക്ഷിപ്പാനുള്ളതായ ദർശനം ദൈവം. നെക്സ്റ്റ്, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ദൈവമക്കൾ, ഈ വലിയ ദർശനം നമുക്ക് തരാൻ ദൈവം. ഭിക്ഷക്കാരനോട് അവനോട് ഒരു സുവിശേഷം പറയും, കുഷ്ഠരോഗിനോട് അവനോട് ഒരു സുവിശേഷം പറയും, തരത്തിനോട് ആ സുവിശേഷം പറയും. ഇവരെല്ലാം ആത്മാക്കൾ ഓടവന്റെ ദൈവം കൊടുത്ത ജീവനകത്തുണ്ട്. ആ വീണ്ടെടുപ്പിന്റെ വേലയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരെ പോലെയാകുവാൻ ഞാൻ അവരെ പോലെയായി വല്ല വിധേനയും ആത്മാക്കളെ രക്ഷപ്പെടുവാൻ ആത്മാക്കളെ നേടുവാൻ ഞാൻ അവരെ പോലെയാകുന്നുള്ള ഒരു വലിയ സമർപ്പണം നമുക്കും ഈ നാളുകളിൽ ലഭിച്ച് ആ വലിയ സമർപ്പണത്തോടെ കർത്താവിന്റെ കൃതം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കണം. സമാവർദ്ധ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്തത് ഏറ്റവും വലുത്, ഇതിലൊക്കെ വലുത് താഴ്ന്നു തന്ന എന്റെ യേശുവിനെ എനിക്ക് നേടണം. പൈസളോ, നമ്മുടെ യജമാനെ നമുക്ക് നേടണം. നമ്മുടെ യജമാനെ നമുക്ക് നേടണം. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായ വിഷയം. അവിടെ സ്തോത്രം വളരെ 3 കാര്യമായിട്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ വേഗം കമ്പിവാചകം പോലെ 1-ാമത്തെ ഭാഗം നാം വായിക്കുന്നത്. സ്തോത്രം, പൗലോസ് ആരായിരുന്നു? 1 മുതൽ 10 വരെ പൗലോസ് ഒരു കണക്കനായി തീർന്നു. കണക്ക് കൂട്ടുന്നത്. അപ്പൊ കണക്ക് കൂട്ടുന്നത് എന്താണ്? തന്റെ കണക്കൂട്ടിനെ കുറിച്ച് വളരെ പൗലോസ് പറയും, നമ്മുടെ കണക്കിൽ എന്തോ പൗലോസ് പറയാം, എന്റെ മുതലാണ് ഏറ്റവും വലുത്. അതിന് മുതലിന് മുമ്പിൽ എന്തോ ഉണ്ട്. ഒന്നാമത് ഞാൻ എന്തെല്ലാം മാറ്റി. 1:7 മാത്രം ഒന്ന് നോക്കാൻ. 1:7 എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അപ്പൊ മോളിൽ പറഞ്ഞിരിക്കുന്ന എന്തോ ഗ്രേഡാ, പിന്നെ പോയി വായിച്ചാൽ മതി. എന്തെല്ലാം ഗ്രേഡ് ന്യായപ്രമാണത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആരാകുന്നു? ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് ജനിച്ച ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുക്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു, ന്യായപ്രമാണം നീ സംബന്ധിച്ച് അതിന്. ഇതാണ് തന്നെ ലാഭം. ആ ലാഭം എല്ലാം ആറ് നിമിത്തം ക്രൂശിന്റെ ചൂട്ടി വന്നപ്പോൾ ലാഭമായി തീർന്നെല്ലാം ചെയ്യണമെന്ന് നമുക്കറിയാം. ലാഭം തീർന്നാൽ പിന്നെ എന്തുകൊണ്ടുണ്ട്? മുതലുണ്ട്. ലാഭം തീർന്നാൽ പിന്നെ എന്തോ ഉണ്ട്? മുതലുണ്ട്. അതിനുവേണ്ടി പൗലോസ് എന്ത് ചെയ്തു? അതാണ് എട്ടാം വാക്യം നോക്കിയാൽ, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. മുതൽ ഛേദമെന്ന്. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പൗലോസ് പറയുന്നത്. തന്റെ കൺവേർഷൻ എക്സ്പീരിയൻസ് മുതൽ, അതായത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം മുതൽ ഇവിടം വരെ 30 വർഷത്തെ ജീവിതവും. ആ 30 വർഷത്തെ ജീവിതവും റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് പറയാണ്, ഞാൻ എന്തെല്ലാം നേടി, എന്തുകൊണ്ട് നേടി. ഒന്ന്, നേടാനുള്ള കാരണം എനിക്ക് ലഭിച്ച അഭിമാനങ്ങളെ ലാഭങ്ങൾ മുഴുവൻ ക്രിസ്തു നിമിത്തം വേണമെന്ന് വെച്ചു. പിന്നെ മുതലുണ്ട്, അത് നിമിത്തം ഞാൻ എന്ത് ചെയ്തു?
വേണ്ട എന്നെല്ലാം വെച്ചു. അതും പോരാ, പിന്നെ എന്ത് ചെയ്യണം? അടുത്ത എന്ത് ചെയ്യണം? അടുത്ത ലഭിക്കേണ്ടത് ഒറ്റ വിഷയമാണ്. മരിച്ചുള്ള ഇടയിൽ നിന്നും യേശു കർത്താവിന്റെ കാഹളനാദത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ യേശുവിനോട് പോകാൻ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പിന്നെ ഭൂമി തടസ്സങ്ങളുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? നോക്കിയാ വേദവാൻ മറ്റൊന്ന് വായിക്കുന്നത് ഏറ്റവും മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയം എന്താണ്? നാം ആരെ നേരണം? എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേരണം, എനിക്ക് എന്റെ യേശുവിനെ നേരണം, എന്റെ യേശുവിനോടുകൂടെ ദൈവസേന പിതാവിന്റെ മകളുടെ വലഭാഗത്ത് യേശുവിനോട് ചേരണം. അതിന് ഞാൻ എന്ത് ചെയ്തു? ബാക്കി 9 മുതൽ പ്ലീസ് ഒന്ന് വായിക്കാൻ. 9 മുതൽ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയുടെ വലഭാഗത്തെ സീറ്റിൽ എനിക്ക് പോയി എങ്ങനെ ഇരിക്കണം. എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. എനിക്ക് ആരെ തരണം? എന്റെ കർത്താവ് എനിക്ക് ഒരുക്കുന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഒരുക്കിയ സീറ്റ് എനിക്ക് കിട്ടണം. അവൻ ദിവ്യൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന് എന്നെ രക്ഷിപ്പ മരിച്ചടക്കപ്പെടും ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് ഒരു സ്ഥലം ഒരുക്കുന്ന ഇടത്ത് എനിക്കൊന്ന് ഇരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? വായിച്ചാട്ടാ. എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇത് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. കർത്താവിന്റെ കാഹളനാദം ലഭിക്കുമ്പോൾ എനിക്ക് അവിടെ പോകുന്നു. മണിക്കൂർ നടക്കുന്ന പ്രസംഗങ്ങൾ ഇതെല്ലാം എന്തിനും വല്ല വിധേനയും മരിച്ചുടയുന്നും കർത്താവിന്റെ കത്തൻക്ക് ഉയർത്തെഴുന്നേറ്റ് അവനെ നേടാൻ ഞാൻ കർത്താവിനെ. ഇതാണ് രണ്ടാമത്തെ ഭാഗം വരുമ്പോഴാണ് എന്താണ് 12 മുതൽ 16 വരെ വാക്യം. ഈ സെനാത്തിലെ കായാഭ്യാസി താൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നുള്ളതിനെ മറന്നും മുൻപിലായിട്ട് ആഞ്ഞുകൊണ്ടു ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിലേക്ക് ലാക്കിലേക്ക്. പൗലോസിന്റെ ശുശ്രൂഷ പ്രധാന വിഷയം എന്നതിന് ഓട്ടക്കളം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഇരുപതാക്കുന്ന ഒരു മാത്രം കിട്ടാൻ വേണ്ടി തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? പിന്നുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മറന്നു. നാം ഇറങ്ങി വന്ന പ്രസ്ഥാനമാണ് നല്ലത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചുണ്ടെങ്കിൽ പിന്മാറിപ്പോയി. എന്നാൽ അബ്രഹാം കൂടെകളെല്ലാം എന്ത് ചെയ്തു? അവൻ പിന്നുള്ളതിനെല്ലാം വിട്ടിറങ്ങി പുറപ്പെട്ടു. നിത്യതയുടെ തീരത്തെത്താൻ വേണ്ടി നിത്യത ഗമേടിച്ച് പോകാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നുള്ളതിനെ മറന്നും മുമ്പുണ്ടായിട്ട് ആഞ്ഞുകൊണ്ടും ക്രിസ്തുവിൽ കർത്താവിന്റെ പലവിടെ വിരുദിലേക്ക് ലാക്കിലേക്ക് ഓടും. അതിന്റെ വിഷയം looked for the heavenly city and governed his life by eternal values. അല്ലാതെ സ്വർഗീയ സ്വർഗീയ രാജ്യം കാണാൻ വേണ്ടി തന്റെ ജീവിതത്തിൽ മുഴുവൻ എന്നൊരു ഇറ്റേണൽ വാല്യൂസ് നിത്യതയുടെ വില അനുസരിച്ചാണ് താൻ ജീവിച്ചത്. ദൈവമക്കളെ നാം ഭൂമിയിലെല്ലാം വിട്ട് ദൈവസന്നെ ജീവിക്കുമെങ്കിൽ നിത്യതയുടെ വില മനസ്സിലാക്കി അകത്ത് കയറുമ്പോൾ ലോത്തിന്റെ ഭാര്യയെ പോലെ പിന്തുണതിനെ മറക്കാഞ്ഞുകൊണ്ടാണ് ഉപ്പുനൂറായി പോയത്. എന്നാൽ പിന്തുണതിനെ മറന്നും മുമ്പ് എന്തെല്ലാം പാട്ടുള്ള എന്തെല്ലാം വന്നാലും കർത്താവിൽ പിന്നാലെ സന്തോഷത്തോടെ യാത്ര എന്നുള്ള ആ പ്രത്യാശയോടി താൻ കടന്നു പോകുമ്പോൾ ലാസ്റ്റാണ് വിഷയം എന്താണ്? 3-ാം ഭാഗത്തേക്ക് നാം കടന്നുമ്പോൾ എന്താണ് കാണുന്നത്? സ്തോത്രം, നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം നാം ആരാണ് ഭൂമിയിൽ. അതാണ് 3-ാം പൗലോസനത്തോട്, അതാണ് 3-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്കുകൾ വെച്ച് അവസാനിപ്പിക്കട്ടെ. നാം ഇവിടുത്തുകാരല്ല, നാം ഭൂമിയിലുള്ളവരല്ല. നമുക്ക് നിത്യത ജീവിതത്തെ അവകാശമാക്കാം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ ഒരു വലുതായിട്ടുള്ള ഒരു ഗോളിൽ ദൈവസന്നിധാനത്തേക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടി അവരോട് കാത്തിരിക്കണം. 3-ാം പോയിന്റ് അതാണ് കർത്താവിന്റെ മഹത്വമേറിയ വര, അല്ലെങ്കിൽ കർത്താവിന്റെ രഹസ്യപ്രതി കർത്താവിലൂടെ ആയിരിക്കാൻ. നാം ഭൂമിയിൽ ഒരു പരദേശിയാണ്, നമുക്ക് സ്വർഗത്തിന് സ്വദേശമുണ്ട്. ആ സ്വദേശം ഒരുക്കൊണ്ട് അബ്രഹാം ഇസാക്ക് ആദ്യം എന്ത് ചെയ്തു? നാം സ്വർഗീയ ഭൂമിയിൽ അവരാ പരദേശികൾ നേറ്റ് വിശ്വാസത്തെ പഠിച്ചേക്ക് പിൻഗാമികളായി നാം എത്തിക്കണം. പരദേശികൾ നേറ്റ് വിശ്വാസം മരിക്കുമ്പോൾ കാരണം എന്താണ്? വായിച്ച് അവസാനിപ്പിക്കട്ടെ. 20-ാം വാക്യം 21-ാം വാക്യം 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന്
കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. നാം കൊടുത്തുകാരല്ല, നാം ഭൂമിയിലുള്ളവരല്ല, നാം സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയരൊക്കെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുക. നാം ഭൂമിയിൽ ഒന്നും പിടിച്ചേക്കെടുക്കുക. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. തല കൊടുക്കുന്ന കർത്താവ് നിത്യതയെ ചേർപ്പാൻ കർത്താവ് വരുമ്പോൾ അവിടുന്ന് കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, മണ്ണോട് പോയാലും കോവിഡ് സമയത്ത് എത്രയോ പേരെ അത് തീക്കാത്തിട്ട് അത് ഭസ്മമാക്കി. അതൊന്നും എന്റെ ദൈവത്തിന്റെ വിഷയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ള അവന്റെ വ്യാപാര ശക്തി കൊണ്ട് ദൈവമക്കളെയും നമ്മുടെ ശരീരത്തോടുന്ന ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി മാറും. ഈ വലിയ പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തെ തെളിച്ച് ജീവിതത്തിൽ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ലാഭമായി തീർന്നെല്ലാം ഛേദമെന്ന് നിത്യത പോവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുവാനാകട്ടെ. ഒരു പാട്ടിനെ ഈരടി എന്നെ മനസ്സിൽ ഓർക്കുന്നു. അതുകൂടെ പാടി ഒന്നിച്ച് അവസാനിക്കും. ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ. ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ. അംഗപ്രത്യംഗമാ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. അംഗപ്രത്യംഗമാ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ വലിയ സമർപ്പണത്തോടും ഈ വലിയ പ്രത്യാശയും കൂടും നിത്യത പോവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നന്നായി വായിച്ച പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസ്വാധീനത്തിൽ വരുമ്പോൾ വായിച്ചവരും കേൾക്കുന്നവരും എല്ലാ ഭാഗ്യവാന്റെ അവസ്ഥയും നമുക്കൊക്കെ ഭാഗ്യവാന്മാരുടെ ഇഷ്ടപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് വരവോളം ഈ ഓക്കലോബ പ്രയർ ലൈൻ മിനിസ്ട്രി അനുഗ്രഹമായി തീരുവാൻ എല്ലാം നമ്മോടാ നടക്കട്ടെ അവസരമിക്കുന്നതായ ഇതിനെ ഭാരവാണ് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു. കർത്താവരായി നന്നെ നല്ലൊരു വിശ്വസം ആ ദാസനെ ദാസിയുടെ ശബ്ദം കേട്ടുകൊണ്ട് നിത്യതയോടെ നമുക്ക് ലഭിച്ച താലന്ത് വിശ്വസത്തോടെ കൈകാര്യം ചെയ്ത് ഇവിടെ ക്രിസ്തുവിനെ നേടുവാൻ കർത്താവിന് വളരെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ വരങ്ങളാ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുവാനാകട്ടെ. ആമേൻ.